റീസെന്റ് മനോജ് ഗിന്നസ് എന്ന കലാകാരന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കാണാനിടയായി. അപ്പോൾ അദ്ദേഹത്തിന് ചോക്ലേറ്റ് സിനിമ സെറ്റിൽ ഉണ്ടായ മോശം അനുഭവത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം അവിടെ ഷെയർ ചെയ്യുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എനിക്കും ചില കാര്യങ്ങളൊക്കെ കാണേണ്ടതായിട്ട് വന്നു. അതാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അതിൽ പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് കടക്കാം. അതിലെ അക്കോമഡേഷൻ, അതുപോലെ ഫുഡ്, പേയ്മെന്റ് എല്ലാം തന്നെ ക്ലിയർ ആയിരുന്നു. ഒരു 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന ഷൂട്ടുകളൊക്കെ അത്രയും ദിവസം തന്നെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം ക്ലിയർ ആയിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. അതിന്റെ ഹോസ്റ്റും പ്രൊഡ്യൂസറും എല്ലാം ഒരാൾ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വളരെ നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ, അണിയറയിലെ ചില ആൾക്കാർ ഈ മിമിക്രി കലാകാരന്മാരോട് വളരെ മോശമായി പെരുമാറുന്നതും അവരുടെ ഷോയ്ക്ക് ശേഷം ആട്ടിപ്പായിക്കുന്നതും പോടാ എണീക്കടാ ഇരിക്കടാ എന്നുള്ള രീതിയിൽ പെരുമാറുന്നതും ഒക്കെ കാണാൻ ഞാൻ ഇടയായി. അപ്പം ഇതിന്റെ ഒരു സംഭവം എനിക്ക് ഇത് ചെയ്യുന്ന ആ ഒരു പ്രധാന ആൾക്കാർ ഇത് അറിയുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സെൽഫ് അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. മിമിക്രി കലാകാരന്മാർ അവർക്ക് സെർട്ടൻ ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കിയെടുക്കണം. ഞങ്ങൾ ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങളില്ലാതെ ജൂനിയർ ആർട്ടിസ്റ്റുകളാണെങ്കിലും മിമിക്രി ആർട്ടിസ്റ്റുകളാണെങ്കിലും ഇല്ലാതെ ഒരു സംഭവം ഓടുകയില്ല. അപ്പോൾ ഞങ്ങൾ ഇത് ഡിസേർവ് ചെയ്യുന്നില്ല, ഞങ്ങളുടെ ചില കാര്യങ്ങളുണ്ട്, ഞങ്ങൾ ഈ മാറ്റി നിർത്തപ്പെടലുകൾ, രണ്ടാം തരത്തിലുള്ള ഫുഡുകൾ ഒന്നും ഞങ്ങൾ ഡിസേർവ് ചെയ്യുന്നതല്ല, ഞങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ഒരു സംഭവം വരണം. രണ്ടാമത്തെ കാര്യം, കുറച്ച് മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാർ, അപ്പം ഞാൻ ഈ പറഞ്ഞ അവതാരകൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ആൾക്കാരാണെങ്കിലും ഇതിന് മുന്നോട്ട് വന്നിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുക, ചില റൂൾസ് ഉണ്ടാക്കിയെടുക്കുക, ഇവരുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ. ചില ആൾക്കാരാണെങ്കിൽ ഷോ കഴിഞ്ഞും അല്ലെങ്കിൽ അവിടെ എവിടെ നിൽക്കുന്നതും അവിടെ എവിടെയും തറയിലൊക്കെ ഇരിക്കുന്നതും ഒക്കെ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പം ഇവരുടെ റെസ്റ്റിംഗ് സൗകര്യമായാലും ഇവർ തിരിച്ചു പോകുന്ന ആ ഒരു സെറ്റപ്പ് ആണെങ്കിലും ഇവർ വീട്ടിൽ എങ്ങനെ എത്തുന്നു എന്നുള്ളൊരു കാര്യം വരെ ഇവർ അറിയേണ്ടതായിട്ടുള്ള ഒരു ചുമതലയുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാർ ഇതിലേക്ക് വരികയും ഇവരുടെ സൗകര്യങ്ങൾ മറ്റ് സ്റ്റാർസിനെ പോലെ തന്നെ അല്ലെങ്കിൽ മുൻനിരയിലുള്ള ആൾക്കാരെ പോലെ തന്നെ നമ്മൾ സേഫ് ആക്കി കൊടുക്കേണ്ടതും ഉണ്ട്